സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ഇടവേളയെടുത്ത മമിത ബൈജു. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന മലയാളി നടി മമിത ബൈജു സോഷ്യൽ മീഡിയയിൽ നിന്ന് താൽക്കാലികമായി ഇടവേളയെടുക്കുന്നു. ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള തന്റെ ഔദ്യോഗിക പേജുകളിൽ പങ്കുവച്ച 2 വരി കുറിപ്പിലൂടെയാണ് താരം ഈ കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഡിജിറ്റൽ ലോകത്ത് നിന്ന് മാറി നിൽക്കാനുള്ള കൃത്യമായ കാരണം നടി വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലും ഒരു ഇടവേള എടുക്കുന്നുവെന്നായിരുന്നു നടിയുടെ പ്രഖ്യാപനം. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടീം അറിയിക്കുമെന്നും മമിത കൂട്ടിച്ചേർത്തു. ഏറെക്കാലമായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് മമിത. ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഏറെയും പങ്കുവയ്ക്കാറുള്ളത്. സ്വന്തം ചിത്രങ്ങളും നടി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി പങ്കുവയ്ക്കാറുണ്ട്. സിനിമാ മേഖലയിലെ അടുത്ത സുഹൃത്തുക്കളുടെ ജന്മദിനങ്ങളിൽ ഉൾപ്പെടെ ആശംസകൾ നടി സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കാറുണ്ട്. ദ റൗട്ട് എന്ന സെലിബ്രിറ്റി മാനേജ്മെന്റ് കമ്പനിയാണ് മമിതയുടെ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് സൂചന. നിർമ്മാതാവും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ മുൻ മാനേജറുമായ ജഗദീഷ് പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ളതാണ് സ്ഥാപനം. കയാതു ലോഹർ, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവരും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി അടുത്തിടെ അറിയിച്ചിരുന്നു. പ്രേമലുവിന് ശേഷം അന്യഭാഷാ ചിത്രങ്ങളിൽ സജീവമാണ് മമിത. പ്രേമലു ഇറങ്ങിയ അതേ വർഷം റിബൽ എന്ന ചിത്രത്തിൽ ജി.വി. പ്രകാശ് കുമാറിന്റെ നായികയായി. തുടർന്ന് പ്രദീപ് രംഗനാഥിന്റെ നായികയായി ഡ്യൂഡ്, ധനുഷിന്റെ ജോഡിയായി കര എന്നീ ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. വിജയ്ക്കൊപ്പം ജനനായകനിലും അഭിനയിച്ചു. ഇതുവരെ പുറത്തിറങ്ങാത്ത ചിത്രത്തിൽ വിജയുടെ സഹോദരിയുടെ വേഷത്തിലാണ് നടി എത്തുന്നതെന്നാണ് സൂചന. സൂര്യയ്ക്കൊപ്പമുള്ള വിശ്വനാഥ് ആൻഡ് സൺസും റിലീസിന് ഒരുങ്ങുകയാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റാണ് മലയാളത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. നിവിൻ പോളിയാണ് ചിത്രത്തിൽ നായകൻ. അതേസമയം തമിഴിൽ നായിക പ്രാധാന്യമുള്ള ചിത്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ മമിത സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇടവേള പ്രഖ്യാപിച്ചത്. സംവിധായകനും നടനുമായ പ്രദീപ് രംഗനാഥൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മമിതയാണ് നായിക. 6 പേർ ഒന്നിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അശ്വതി മാരിമുത്തു, സ്വാസിക തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നു.